Hi friends, Andro Creationsile പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പുതിയൊരു ഡിസ്പ്ലേ നമ്മുടെ ഫോണിൽ ഇൻസെർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ഡിസ്പ്ലേ വെറുതെ ആയിപ്പോവും, ഡിസ്പ്ലേ പൊട്ടിപ്പോവും, ഡിസ്പ്ലേ ഹീറ്റ് ആവും, ഡിസ്പ്ലേക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസുകളുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു ഡിസ്പ്ലേ നമ്മൾ മാറുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു പുതിയൊരു ഡിസ്പ്ലേ ഞാനിതൊരു പുതിയൊരു ഡിസ്പ്ലേ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പുതിയൊരു ഡിസ്പ്ലേ ആണ്. ഈ ഒരു പുതിയ ഡിസ്പ്ലേ നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മദർ ബോർഡും സബ് ബോർഡൊക്കെ ഒരു സ്ക്രൂ മുഖേന ആണ് നമ്മളതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിമിൽ ഒരു സ്ക്രൂ ചെയ്താണ് ഈ ഒരു മദർ ബോർഡും സബ് ബോർഡൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ക്രൂ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ടോ, അതായത് കൂടുതൽ തള്ളി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുക. അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് ഇതൊക്കെയാണ് സ്ക്രൂ. കണ്ടോ, ഇതൊരു സ്ക്രൂ, ഇത് സ്ക്രൂവിൻ്റെ എൻഡാണ്. ഇതൊക്കെ സ്ക്രൂവിൻ്റെ എൻഡാണ്. ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ ഫിറ്റ് ചെയ്യുന്ന സ്ക്രൂ ചിലപ്പോൾ നീളം കൂടുതലാണ് എങ്കിൽ അത് ഇതുവഴി പൊങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ഇടുന്ന സമയത്ത്, ഡിസ്പ്ലേ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡിസ്പ്ലേ പൊട്ടിപ്പോവും. ഡിസ്പ്ലേ ഈ ഒരു സ്ക്രൂവിൻ്റെ മറ്റേ എൻഡ് വന്നിട്ട് ഡിസ്പ്ലേയിൽ തട്ടിയിട്ട് ഡിസ്പ്ലേ പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡാമേജ് ആവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഫ്രെയിമിൽ പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യുക. നമ്മൾ ഫ്രെയിമിൽ പൂർണ്ണമായിട്ട് എല്ലാ സ്ക്രൂവും നമ്മൾ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും സ്ക്രൂകൾ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ക്രൂ മാറ്റിയിട്ട് നീളം കുറഞ്ഞ സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്യുക. ഓക്കെ, നീളം ഫ്രെയിമിൽ പൊങ്ങി നിൽക്കുക, ഒരു സ്ക്രൂ തന്നെ പൊങ്ങി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഒരു പൊടിയോ അഴുക്കോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പൊടിയോ അല്ലെങ്കിൽ മണ്ണിൻ്റെ തരികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്പ്ലേ പൊട്ടും. അതുകൊണ്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഗ്ലാസ് ആണ്. അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഇവിടെയൊക്കെ ക്രാക്കായി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഓക്കെ, അതുകൊണ്ട് മണ്ണോ തരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക, നല്ല പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ പഴയ ഗമ്മ് നമ്മൾ ഡിസ്പ്ലേ പഴയ ഡിസ്പ്ലേ ഇളക്കുമ്പോഴത്തേക്കും അതിൻ്റെ പഴയ ഗമ്മ് ഒട്ടിച്ചിട്ടുണ്ടാകും. ആ ഗമ്മ് പൂർണ്ണമായിട്ട് ഇളക്കുക. കുറച്ചുപോലും ഗമ്മ് ഇത് കാണരുത്. പൂർണ്ണമായിട്ടും ഗമ്മ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക. നല്ല രീതിയിൽ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഗമ്മിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രസ് ആവാതെ വരികയും നമ്മൾ ചിലപ്പോൾ റബ്ബർ ബാൻഡൊക്കെ ഇടുന്ന സമയത്ത് അവിടെ വെച്ച് പൊട്ടിപ്പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് പഴയ ഗമ്മ് പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാം. ഈ ഭാഗം പൂർണ്ണമായിട്ട് നീറ്റായിരിക്കണം. നമ്മൾ ഡിസ്പ്ലേ ഒട്ടിക്കുന്ന ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ട് നീറ്റായിരിക്കണം. യാതൊരുവിധ ഡിസ്റ്റർബൻസും നമ്മുടെ ഡിസ്പ്ലേയിൽ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി അടുത്തായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡിസ്പ്ലേ ഫ്രെയിമിൽ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഡിസ്പ്ലേ ഫ്രെയിമിൽ വച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് വച്ച് നോക്കിയതിന് ശേഷം ഈ സൈഡെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഡിസ്പ്ലേ ഡിസ്പ്ലേ ഇറങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം മൊത്തം പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഭാഗത്ത് ഡിസ്പ്ലേ സെറ്റ് ആവാതെ അല്ലെങ്കിൽ ഫിറ്റ് ആവാതിരിക്കുകയാണെങ്കിൽ ഫിറ്റ് ആകുന്നുണ്ടോ, എല്ലാ ഭാഗത്തും ഡിസ്പ്ലേ പൂർണ്ണമായിട്ടും ഫിറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് കോർണർ ബൈ കോർണറായിട്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഭാഗത്ത് ഡിസ്പ്ലേയുടെ ഫ്രെയിം സെറ്റ് ആവാതിരിക്കുകയാണെങ്കിൽ, സെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പൂർണ്ണമായിട്ട് സെറ്റായി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയുടെ ഫ്രെയിം ബെൻഡ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ ബെൻഡാണ്, വേറെ ഡിസ്പ്ലേ കൂടി ഇട്ട് നോക്കുക. ചിലപ്പോൾ ഡിസ്പ്ലേയുടെ ബെൻഡ് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ വേറെ ഡിസ്പ്ലേ കൂടി ഇട്ട് നോക്കുക. എന്നിട്ടും അതിലും ബെൻഡ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഫ്രെയിമിന് ബെൻഡായിരിക്കും. ചെറിയ ബെൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ അത് നോക്കാൻ സാധിക്കും. അത് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് നമുക്ക് ആ ഒരു ബെൻഡ് നോക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ബെൻഡ് എങ്ങനെയാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ബെൻഡ് നോക്കുന്നത് അല്ലെങ്കിൽ ശരിയാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ട് തരാം. അപ്പോൾ ചെറിയ ബെൻഡൊക്കെ നമുക്ക് ഇതുവഴി നോക്കാൻ സാധിക്കും. ഞാൻ വീഡിയോ ഇട്ട് തരാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കാൻ സാധിക്കും. എന്നാൽ വലിയ ബെൻഡുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. എങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രെയിം കൂടി മാറേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എഡ്ജിൻ്റെ ഇതൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഫ്രെയിം മാറേണ്ടി വരും. അപ്പോൾ മാറേണ്ട ഫ്രെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും മാറി തന്നെ സെറ്റ് ചെയ്യുക, ഡിസ്പ്ലേ സെറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് കുറേ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഓട്ടോ ടച്ചിങ് അങ്ങനത്തെ ഇഷ്യൂസുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതും കൂടി നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഫ്രെയിമും മറ്റു കാര്യങ്ങളൊക്കെ നല്ല പക്ക ഓക്കെ ആണെന്ന് ഉറപ്പിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഗമ്മ് തേക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗമ്മ് നമുക്ക് ഈ ഭാഗത്തായിരിക്കും നമ്മൾ ഗമ്മ് തേക്കുന്നത്. ഈ ഡിസ്പ്ലേയുടെ ഈ 4 കോർണറിലുമാണ്
ഗമ്മ് തേച്ച് ഒട്ടിക്കുന്നത്. അപ്പോൾ ആ സ്ട്രിപ്പ് വരുന്ന ഭാഗത്താണ്, ഇവിടെയാണ് സ്ട്രിപ്പ് വരുന്നത്. ഈ സ്ട്രിപ്പ് വരുന്ന ഭാഗത്ത് ഗമ്മ്, ഇതിൻ്റെ സ്ട്രിപ്പ് എന്ന് പറയുന്നത് താഴെയാണ് വരുന്നത്. ഈ താഴെ വരുന്ന ഭാഗത്ത് കുറച്ച് ഗമ്മ് മാത്രം ഇടുക, ഒരുപാട് ഗമ്മ് ഇടരുത്, വളരെ മൈന്യൂട്ടായിട്ട് ഗമ്മ് ഇടുക. കാരണം കൂടുതൽ ഗമ്മ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഗമ്മ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഗമ്മ് ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഇടയിൽ കയറിയിട്ട് ഓട്ടോ ടച്ചിങ് അങ്ങനത്തെ ഇഷ്യൂസുകൾ വരും, കളർ ബ്ലിങ്കിങ് അങ്ങനെ കുറേ ഇഷ്യൂസുകൾ വരും. അതായത് ഡിസ്പ്ലേ ഡാമേജ് ആവേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ താഴെ ഭാഗത്ത് ഒരുപാട് ഗമ്മ് ഇടരുത്, വളരെ മൈന്യൂട്ടായിട്ട് മാത്രം ഗമ്മിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയുടെ സ്ട്രിപ്പിൽ തന്നെ ICയും ഒരുപാട് കമ്പോണൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് IC മറ്റ് കമ്പോണൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണ്ടാ, ഇതൊക്കെയാണ് കമ്പോണൻസ്. ഈ ഒരു കമ്പോണൻസ് സീലൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ, അതായത് ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഡിസ്പ്ലേ എടുക്കുമ്പോഴത്തേക്കും അതിൽ പുതിയ ഡിസ്പ്ലേ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ ഇൻസുലേഷൻ കാണത്തില്ല, ചിലപ്പോൾ ഓപ്പൺ ആയിട്ടായിരിക്കും കാണുന്നത്, ഇൻസുലേഷൻ ഇല്ലാതെ ഓപ്പൺ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഇൻസുലേഷൻ ചെയ്യാതെ ഇത് തന്നെ നമ്മളത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോൺ ഓവർ ഹീറ്റ് ആവുക, അല്ലെങ്കിൽ ഫോൺ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് കാണിക്കും, പെട്ടെന്ന് തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോകും, അങ്ങനത്തെ ഇഷ്യൂസുകൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പുതിയ ഡിസ്പ്ലേ എടുക്കുന്ന സമയത്ത് ഇതിൽ സീലൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. സീലൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഹീറ്റ് റെസിസ്റ്റൻസ് ഇൻസുലേഷൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു ഇതേപോലുള്ള ടേപ്പ് ഉപയോഗിച്ച്, ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട്, ഹീറ്റ് റെസിസ്റ്റൻസ് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് സീലൻറ്റ് ചെയ്ത് നമ്മളത് വയ്ക്കണം. വച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫ്രെയിമിൽ ഒട്ടിക്കാവൂ. അല്ലാതെ നിങ്ങൾ ഇൻസുലേഷൻ ഇല്ലാതെ നിങ്ങൾ ഒട്ടിക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആകും, ഫോൺ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ കാണിക്കും. അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതെങ്കിലും സെക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.